ഈ പഴുത്ത് ചീയാറായ പഴം എനിക്ക് എന്തിനാണെന്നല്ലേ കാര്യമുണ്ട്. ഇത് വെച്ച് നമുക്കൊരു ഐറ്റം സെറ്റാക്കാം. ആദ്യം ഇതിവിടെ നിന്ന് ചുരുണ്ടിരിക്കട്ടെ. ആൻഡ് ദെൻ ഒരു ഫോക്ക് എടുത്ത് നല്ലപോലെ മാഷ് ചെയ്ത് കൊടുക്കാം. ഒരു ദയയും കാണിക്കേണ്ട, നന്നായിട്ട് കുത്തിപ്പൊടിച്ചങ്ങെടുക്കാം. നല്ലപോലെ സെറ്റായതിന് ശേഷം നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ആദ്യം നമുക്ക് കുറച്ച് സീഡ്സ് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് പംകിൻ സീഡ്സ്, പിന്നെ കുറച്ച് സൺഫ്ലവർ സീഡ്സ് ആൻഡ് ദെൻ വാട്ടർമെലൺ സീഡ്സ്. നല്ലപോലെ സെറ്റായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. ആൻഡ് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്തിട്ട് നമുക്ക് അവിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനങ്ങനെ അളവൊന്നുമില്ല, കൈളവാണ്. എത്രയാണോ വേണ്ടത് അത്രയും തട്ടിക്കോ. ആൻഡ് നല്ലപോലെ റോസ്റ്റ് ചെയ്യാം. കുറച്ച് സമയമായപ്പോൾ എനിക്ക് തോന്നി ഇത് അളവ് കുറച്ച് കുറഞ്ഞു പോയോന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ആയോ എന്നറിയാൻ ഇടയ്ക്കൊന്ന് കയ്യിലെടുത്ത് പൊടിച്ച് നോക്കിയാൽ മതി. പൊടിയുന്നുണ്ടെങ്കിൽ സെറ്റാണ്. ഇനി നമുക്കിത് ഭംഗിയായിട്ടൊന്ന് ലെയർ ചെയ്തെടുക്കാം. ആദ്യം ഒരു ഗ്ലാസ് വെച്ചതിന് ശേഷം അതിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് മാഷ്ഡ് ബനാന ആഡ് ചെയ്യാം. ദെൻ നമ്മുടെ അവൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തട്ടിക്കോ. ആൻഡ് അതിനുശേഷം വീണ്ടും ബനാന, ദെൻ വീണ്ടും അവലിട്ടോ. അങ്ങനെ അവലും പഴമൊക്കെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പുറത്തേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ടോണ്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ചിൽഡാക്കി എടുത്താൽ അത്രയും നല്ലത്. കുറച്ചുകൂടി ഒരു യം ഫീൽ കിട്ടും. ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാല്, അത്രയേ ഉള്ളൂ. അത് സെറ്റായി കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് നമുക്ക് റോസ്റ്റഡ് സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഫൈനലി ഇറ്റ് ലുക്സ് സംതിങ് ലൈക്ക് ദിസ്. ഭംഗിയില്ലേ? അപ്പോൾ ഒരു സ്പൂൺ കൂടി ഇരിക്കട്ടെ, ഇനി കഴിക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിൽ മിൽക്ക്. ഞാൻ പല ദിവസങ്ങളിലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അവിൽ മിൽക്ക് ആയിരിക്കും. അതിന് കാരണം തിരക്കാവുമ്പോഴത്തേക്കും മറ്റൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ വരുമ്പം അങ്ങ് എടുക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഞാനത് ഡിന്നറായിട്ടാണ് കഴിക്കുന്നത്. അത് ഞാൻ തിരക്കായതുകൊണ്ടല്ല, ക്രേവിങ്സ്. മധുരം കഴിക്കണം കഴിക്കണം കഴിക്കണം, അങ്ങനെ ഭയങ്കര ക്രേവിങ്സ് ആയപ്പോൾ എന്താ ഉള്ളത് എന്ന് തപ്പിയപ്പോൾ കിട്ടിയതാണിത്. സോ എന്തായാലും ഞാനൊന്ന് കഴിക്കട്ടെ. എപ്പോഴും കഴിക്കുന്ന സാധനം, ബട്ട് സ്റ്റിൽ ഒന്ന് കഴിക്കാം. ഞാനിതിൽ ആക്ച്വലി മധുരത്തിനായിട്ട് എൻ്റെ പഴം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. എൻ്റെ പഴം നന്നായിട്ട് പഴുത്ത് ഇപ്പം ചീത്തയാവും എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് നല്ല മധുരമുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ബൈ.